ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് പേര് ചോദിച്ചതാണ് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന പരീക്ഷ വളരെ കാര്യമായിട്ട് നോക്കി ആ പരീക്ഷ ക്രാക്ക് ചെയ്ത് ഫിസിക്കൽ എടുത്ത് ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പം അസിസ്റ്റന്റ് ഫീമെയിൽ പ്രിസൺ ഓഫീസറിനെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആദ്യാവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ദ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. 10ാം തര യോഗ്യതയാണ് ഈ പരീക്ഷയുടെ യോഗ്യത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള യോഗ്യത 10ാം ക്ലാസ് ആണ്, അത് നിങ്ങൾക്കറിയാം. 10ാം ക്ലാസ് യോഗ്യതയോടുകൂടി വരുന്ന പരീക്ഷ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ നിങ്ങൾക്കറിയാം. ഓക്കെ, ഇതൊരു സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്, ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് പരീക്ഷയല്ല, ഇതൊരു സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്. ഈ സ്റ്റേറ്റ് വൈഡ് പരീക്ഷയിൽ 27,900 എന്നൊരു സ്റ്റാർട്ടിംഗ് സാലറിയാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നോക്കുമ്പോൾ SC/ST കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കും ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കും 150 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത്. ബാക്കിയുള്ള പോസ്റ്റുകളിൽ 155+ ആണ് ഹൈറ്റ് വേണ്ടത്. പക്ഷേ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 150 സെൻറ്റിമീറ്റർ മാത്രം ഹൈറ്റ് മതി. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ 18 മുതൽ 36 വയസ്സ് വരെ ഈ ഒരു പരീക്ഷയ്ക്ക് ഒരു ജനറൽ കാറ്റഗറിക്കാർക്ക് എഴുതാൻ സാധിക്കും. എന്നാൽ ഒരു OBC കാറ്റഗറി ആണെങ്കിൽ അത് 39 വയസ്സ് വരെ എഴുതാം, LD ക്ലർക്ക് പോലെയൊക്കെ. SC/ST കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കാണെങ്കിൽ 41 വയസ്സ് വരെ ഈ പരീക്ഷ എഴുതാം. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 30 വയസ്സിന് ശേഷമാണ് നിങ്ങൾക്കൊരു ഫോഴ്സിൽ കയറണമെന്ന് ആഗ്രഹമുള്ള ആളായി മാറുന്നതെങ്കിലും നിങ്ങളുടെ ഹൈറ്റ് 150 സെൻറ്റിമീറ്റർ മാത്രമാണ്. കാരണം പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് പൊക്കമില്ല, എനിക്ക് 150 സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പോലീസിൽ കയറാനുള്ള പൊക്കമില്ല. പോലീസിൽ കയറാനുള്ള പൊക്കം ഇതിന് വേണ്ട. നിങ്ങളോടാണ് പറയാനുള്ളത്, പോലീസിൽ കയറാനുള്ള പൊക്കം ഇവിടെ വേണ്ട. നിങ്ങൾക്ക് 150 സെൻറ്റിമീറ്റർ, കൃത്യം പറഞ്ഞാൽ 4 അടി 11 ഇഞ്ചോ 5 അടി അത്ര ഉയരം മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പഠിച്ച് ഈ പരീക്ഷ, ഇതിന് പ്രിലിംസ് ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾക്കറിയാം 10th ലെവൽ പരീക്ഷയാണ്, ഇതിന് പ്രിലിംസ് ഉണ്ടായിരിക്കുകയില്ല എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അതിൻ്റെ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട നടപടികളെ പറ്റി PSC ഒന്നും പറയുന്നില്ല. പിന്നെ എന്തുകൊണ്ട് പ്രിലിംസ് ഞാൻ എടുത്തിട്ടെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ 2021 വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു പ്രിലിംസ് ഉണ്ടായിരുന്നു 2022. അതിനൊരു മെയിൻസ് ഉണ്ടായിരുന്നു 2023. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് 2024 ആ സമയത്ത് തന്നെ വരികയുണ്ടായി. അതിപ്പോൾ 27 തീരുകയും ചെയ്യും. അത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മെയിലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിനേക്കാളും മുമ്പ് എങ്ങനെയാണ് ഫീമെയിൽ വന്നത്. ഇപ്പോൾ ആ ഫീമെയിലിൻ്റെ ജനറൽ നോട്ടിഫിക്കേഷൻ പ്ലസ് LC+AI ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ കാറ്റഗറിയിലേക്കും കൂടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. ഇനി സിലബസിനെ പറ്റി സംസാരിക്കുമ്പോൾ, പരീക്ഷയിലേക്ക് വരുമ്പോൾ ഘട്ടം ഘട്ടമായിട്ടാണല്ലോ സംസാരിക്കേണ്ടത്. പരീക്ഷയിലേക്ക് വരുമ്പോൾ 100 മാർക്കിൻ്റെ പരീക്ഷ നിങ്ങൾ എഴുതുന്നു. 80 മാർക്ക് 40 കറണ്ട് അഫെയർ പ്ലസ് 40 മാർക്ക് GK പ്ലസ് 10 കറണ്ട് അഫെയർസ്, പിന്നെ 10 ഇംഗ്ലീഷ് മാത്സ് മലയാളം പ്ലസ് 20 സ്പെഷ്യൽ ടോപ്പിക്. ഇതാണ് ആ 100 മാർക്ക്. ഈ 100 മാർക്ക് പരീക്ഷയിൽ ഒരു നിശ്ചിത കട്ട് ഓഫ് കടക്കുമ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടും. ഈ ഷോർട്ട് ലിസ്റ്റിൽ നിന്നാണ് നിങ്ങളെ ഫിസിക്കലിലേക്ക് വിളിക്കുക. 8 ഐറ്റം ഉള്ളതിൽ 5 ഐറ്റം എടുത്താൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവും. 1 സ്റ്റാർ സ്റ്റാൻഡേർഡ് ഫിസിക്കലാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാനായിട്ട് പോകുന്നത്. ആ ഫിസിക്കൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിയമന ശുപാർശയ്ക്കായിട്ട് വെയിറ്റ് ചെയ്താൽ മതി. നിയമന ശുപാർശ കിട്ടുമ്പോൾ നിങ്ങളെ വനിതാ ജയിലുകളിലേക്ക് റിക്രൂട്ട് ചെയ്യും. അവിടെ ആയിരിക്കും നിങ്ങളുടെ പരിശീലനം, നിങ്ങളുടെ സർവീസ് കാലയളവ് മുഴുവൻ വരാൻ വേണ്ടി പോകുന്നു. ഈ പരീക്ഷയുടെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് ഒരു വലിയ ഗുണമാണ്. 150 സെൻറ്റിമീറ്റർ മതി നമുക്ക് ഈ പരീക്ഷ എഴുതാനായിട്ട്. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏജ് ലിമിറ്റാണ്. 36 വയസ്സ് വരെയുള്ളൊരു ജനറൽ കാറ്റഗറിക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. 39 വയസ്സുള്ളൊരു OBCക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. 41 വയസ്സ് വരെയുള്ള ഒരു SC/ST കാറ്റഗറിയിൽപ്പെട്ട ഒരു ആൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇതിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ഇത്രയും പ്രായം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മറ്റൊരു ഫോഴ്സ് പരീക്ഷയിൽ നിങ്ങൾക്ക് ഇത്രയും പ്രായം കിട്ടുകയില്ല. അപ്പോൾ പ്രായം മറ്റൊരു ഘടകം. ഇനി മൂന്നാമതൊരു ഘടകം, നിങ്ങൾ സർവീസിലോട്ട് കയറിയാൽ പ്രൊമോഷൻ സാധ്യതകളെ പറ്റി നിങ്ങൾ ചിന്തിക്കും, അതിനെപ്പറ്റി ചോദിക്കും. അതിനെപ്പറ്റി പറയാനും കൂടെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പിലുള്ള വനിതാ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണ്, അത്ര തന്നെ ഉദ്യോഗസ്ഥരില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപാട് ഇപ്പം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മെയിൽ പോലെയൊന്നും ഒരുപാട് ആളുകളില്ല. ആളുകളുണ്ട്, പക്ഷേ താരതമ്യേന കുറവാണെന്ന് വേണം കരുതാൻ. അങ്ങനെ ഇരിക്കെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു പോസ്റ്റിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊമോഷൻ കുറച്ച് പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ്.
ഈ ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഡെപ്യൂട്ടി പ്രിസണർ എന്നൊരു പോസ്റ്റിലേക്ക് പോകും. അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 2 എന്നൊരു പോസ്റ്റിലേക്ക് പോകും. പിന്നെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 എന്നുള്ള പോസ്റ്റ്. ഈ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 എന്ന് പറയുന്ന പോസ്റ്റ് പുരുഷന്മാർക്ക് വേണ്ടി മാത്രം കേരള PSC നടത്തുന്നുണ്ട്. ആ പോസ്റ്റിലേക്ക് നമ്മൾ PSC ലിസ്റ്റിൽ നിന്ന് തന്നെ ബാക്കിയുള്ള ലിസ്റ്റുകൾ കയറുന്നത് പോലെ തന്നെ നമുക്കതിൽ കയറി പറ്റാനായിട്ട് സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ വനിതകളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ലിസ്റ്റ് ഇല്ല. ഫീമെയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് PSCക്ക് ഇല്ല. അത് പ്രൊമോഷൻ പോസ്റ്റാണ്. ഒരു പോസ്റ്റ് പ്രൊമോഷൻ പോസ്റ്റ് ആയാലുള്ള ഗുണം അതിൽ ഈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഇല്ല എന്നുള്ളതാണ്. PSC നേരിട്ട് പരീക്ഷ വിളിച്ച് നടത്തുന്നില്ല. അത് നിങ്ങൾക്കൊരു ഗുണമായിട്ട് എടുക്കാൻ സാധിക്കും. അത് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ഇരിക്കെ തന്നെ നിങ്ങൾ പ്രൊമോട്ടായി പോകും. ഏതുവരെ പോവാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം 25 മുതൽ 30 വർഷം സർവീസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജയിൽ സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. ജയിൽ സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് എത്താം. DIG പോസ്റ്റിനെ പറ്റിയൊന്നും എവിടെയും പരാമർശിച്ച് കണ്ടില്ല. പക്ഷേ ജയിൽ സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് എത്താൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഒരു തസ്തികകൾ പറഞ്ഞു പോകുമ്പോൾ തസ്തികകൾ ഇങ്ങനെയാണ് വരുന്നത്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായിട്ട് നിങ്ങൾ കയറുന്നു, ഡെപ്യൂട്ടി പ്രിസണറായിട്ട് മാറുന്നു, അവിടെ നിന്ന് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 2 എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് വരുന്നു, അവിടെ നിന്ന് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 എന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ പോകുന്നു, അവിടെ നിന്ന് ഡെപ്യൂട്ടി ജയിലർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പ്രിസൺസ് എന്ന് പറയുന്ന പോസ്റ്റ്, ഫസ്റ്റ് ഗസറ്റഡ് പോസ്റ്റ് ഇൻ എ പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഡെപ്യൂട്ടി ജയിലർ എന്ന ഇതാണ്. 3 സ്റ്റാർ സർക്കിൾ ഇൻസ്പെക്ടറിനെ പോലെ കാണാനൊക്കെ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ജോയിന്റ് സൂപ്രണ്ട് ആവും. ജോയിന്റ് സൂപ്രണ്ട് DYSP പോസ്റ്റ് ആവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ കയറുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ ഒരു പദവിയിലേക്ക് നിങ്ങളൊരു 30 വർഷത്തിനകത്ത് എത്തും. നിങ്ങൾ ഏതൊരു സർവീസും എടുത്തോളൂ, ഇത്രയും പ്രൊമോഷൻ നിങ്ങൾക്കില്ല. ഇപ്പൊ നിങ്ങൾ WCP ആയിട്ട് കയറുകയാണ്. WCP ആയിട്ട് കയറി നിങ്ങൾ ക്യാമ്പിൽ നിൽക്കുമ്പോൾ OC ഒക്കെ ആകാമായിരിക്കാം. ഇതൊരു ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഇല്ലാത്ത കാര്യം. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതുന്ന ആൾക്കാർക്ക് അവിടെ നിന്ന് SI അങ്ങനെ ഉയർന്നു പോവാം. പക്ഷേ ഇവിടെ അത്തരത്തിലൊരു ഡയറക്റ്റ് ടെസ്റ്റ് PSC നടത്താത്തടത്തോളം നിങ്ങൾക്ക് ഭയങ്കര ചാൻസ് ആണ്. നിങ്ങൾ വളരെ പ്രായം കുറഞ്ഞാണ്. നിങ്ങളൊരു 10-23 വയസ്സിലൊക്കെ നിങ്ങൾ സർവീസിൽ കയറി 37 വർഷത്തെ സർവീസ് നിങ്ങൾക്ക് കിട്ടും. ഈ 37 വർഷത്തെ സർവീസ് കൊണ്ട് നിങ്ങൾ എത്താൻ പോകുന്ന എവിടെയെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? 37 വർഷം സർവീസ് പോട്ടെ, 35 വർഷം, 30 വർഷം ആയിക്കോട്ടെ, 25 വർഷം ആയാൽ പോലും ജോയിന്റ് സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. കാരണം അത്ര തന്നെ വനിതാ ഉദ്യോഗസ്ഥരെ ഉള്ളൂ നിങ്ങൾ. പിന്നെ ഈ പരീക്ഷയുടെ ഒരു ചിലപ്പം പരീക്ഷ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാര്യം അത് ഇപ്പം ഉദാഹരണത്തിന് PSC ആണ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ആ പരീക്ഷ, പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നമല്ല. നിങ്ങൾ സാധാരണ 10th ലെവൽ പരീക്ഷകൾക്ക് പഠിക്കുന്ന ആളാണ്. VFAക്കും ബെവ്കോ LDക്കൊക്കെ പഠിക്കാൻ ഇരിക്കുന്ന ആൾക്കാരാണ്. കമ്പനി കോളേജസിനും എല്ലാം ഫിസിക്കൽ ഉള്ളൊരു പോസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്രൊമോഷനിൽ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പോസ്റ്റുകളുള്ള യൂണിഫോം തസ്തികയാണ് ഈ പറഞ്ഞ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ഈ തടവ് പുള്ളികളായിട്ടും അങ്ങനെ ഒരുപാട് ഭയങ്കര ഭാരിച്ച പണി അതിനകത്ത് വരുന്നില്ല. ഭാരിച്ച പണികൾ അതിനകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ മറ്റൊരു പരീക്ഷയ്ക്ക് പഠിക്കാനും അവിടെ ഇരുന്ന് സാധിക്കും. ഭാവിയിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ വർക്ക് സ്പേസ് ഇതല്ല, നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വേണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനകത്തിരുന്ന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ആ സർവീസ് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി, ആ സർവീസിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ ഒരു പരീക്ഷ എഴുതിയില്ലെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ അത്രയും വർഷം സർവീസ് ഉള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥയായിട്ട് മാറാൻ സാധിക്കും. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. ഏത് പോസ്റ്റിൽ അത്തരത്തിലൊരു ഗസറ്റഡ് ഉദ്യോഗസ്ഥയായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും? എക്സൈസ് എടുത്തു നോക്കൂ, ഫയർഫോഴ്സ് എടുത്തു നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ പോലീസ് എടുത്തു നോക്കൂ. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതിയ ഒരുപക്ഷെ നിങ്ങൾ ഗസറ്റഡ് ഓഫീസറായിട്ട് മാറിയേക്കാം. ഇപ്പം SI പോലുള്ള തസ്തികകൾക്ക് കോൺസ്റ്റാബിളറി പോസ്റ്റ് ഉണ്ട്. അത് PSC വിളിക്കുമ്പോൾ കൂട്ടത്തിൽ അത് വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 വർഷം കഴിയുമ്പോൾ അത് എഴുതാം. നിങ്ങൾ പോവും, നിങ്ങൾ SI, CI, DYSP ലെവലിൽ പോവും. പക്ഷേ അത്തരത്തിൽ PSC വിളിക്കാത്തൊരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് മാത്രം കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോസ്റ്റുകൾ എത്താൻ സാധിക്കും. അത്യാവശ്യം നല്ലൊരു പോസ്റ്റിൽ നിങ്ങൾക്ക് റിട്ടയർ ആവാനും സാധിക്കും. ജോയിന്റ് സൂപ്രണ്ട് അത്യാവശ്യം നിങ്ങൾ നല്ലൊരു പോസ്റ്റിൽ തന്നെ റിട്ടയർ ആവാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ്.
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തസ്തികയെ പറ്റി പറയാനുള്ളത്. നിങ്ങളുടെ ഡൗട്ട് ഞാൻ ദൂരീകരിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, വരാനിരിക്കുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, അത് മാത്രവുമല്ല CPO WCPA 2026 എന്നീ പരീക്ഷകൾക്ക് വേണ്ടി നമ്മളൊരു സൂപ്പർ എക്സ്ക്ലൂസീവ് ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ കാക്കി എന്നാണ് പേര്. ഒക്ടോബർ 2-ാം തീയതി മുതൽ ബാച്ച് നിങ്ങളുടെ സ്വന്തമാവുകയാണ്. അപ്പൊ ആ ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. അവിടെ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ ഒരു മേഖല നിങ്ങൾ പേടിക്കുകയേ വേണ്ട. അവിടെ സൂപ്പർ നോട്ട്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ നിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാച്ചിന്റെ ഭാഗമാവുക. ബാച്ചിന്റെ ഭാഗമാകാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. പിന്നെ 8281223366 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഒപ്പം ആപ്പ് ഒന്ന് ഡൗൺലോഡ് കൂടെ ചെയ്തേക്കാം. അങ്ങനെ നിങ്ങൾക്ക് മാക്സിമം ക്ലാസ്സുകൾ അതിലൂടെ കണ്ട് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താം. ഇപ്പൊ പിന്നെ പരീക്ഷ ഇനിയല്ലേ വരാനിരിക്കുന്നത് ചിന്തിക്കരുത്. എത്രയും പെട്ടെന്ന് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഫോഴ്സ് ലെവൽ പരീക്ഷകൾ കണ്ണടച്ച് തുറക്കുമ്പോൾ വരും. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എല്ലാവരും പറഞ്ഞത് പരീക്ഷ ഫെബ്രുവരി വരുന്നുണ്ട്, പക്ഷേ ഡിസംബറിൽ പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താമസിച്ച് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കളയരുത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥയാവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിങ്ങളിൽ നിന്ന് വിടവാങ്ങുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ.